CRG ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്യുകയായിരുന്നു. പാർട്ട് സി അത് 6 ചോദ്യങ്ങളാണ് ഉത്തരം എഴുതേണ്ടത്. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ ആദ്യത്തെ പാർട്ട് സിയിലെ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ സ്റ്റെപ്സ് ഇൻ ഇൻകോർപ്പറേഷൻ ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ രജിസ്ട്രേഷന്റെ വിവിധ ഘട്ടങ്ങൾ, ഇൻകോർപ്പറേഷന്റെ വിവിധ ഘട്ടങ്ങൾ ചുരുക്കി പറയാമോ എന്നാണ് ചോദ്യം. സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ഇൻകോർപ്പറേറ്റിംഗ് എ കമ്പനി. ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഉൾപ്പെടുന്ന ഘട്ടങ്ങൾ: ഒന്ന്, നമ്മൾക്ക് ഒരു ബിസിനസ് പേര് കണ്ടെത്തുക, കമ്പനിയുടെ ഒരു യൂണിക് നെയിം കണ്ടെത്തുക. അത് നിലവിലുള്ള ഏതെങ്കിലും ഒരു കമ്പനിക്കുള്ള പേരാകാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ അതിനൊരു ചെക്ക് ലിസ്റ്റ് നോക്കിയിട്ട് ആ പേര് അവൈലബിൾ ആണോ എന്ന് പരിശോധിക്കുകയാണ്. രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് കണ്ടക്ട് എ നെയിം സെർച്ച്. ഒരു പേര് പരിശോധന നടത്തുക. വെരിഫൈ ദാറ്റ് ദ ഡിസൈർഡ് നെയിം ഇസ് ഓൾറെഡി ഇൻ യൂസ്. അത് തന്നെയാണ് ഇപ്പൊ പറഞ്ഞ ആശയം. നമ്മൾ ആഗ്രഹിക്കുന്ന പേര് നിലവിൽ ഉപയോഗത്തിൽ ഇല്ലാത്തതാണെന്ന് ഉറപ്പുവരുത്തുക. 3, പ്രിപ്പറേഷൻ ഓഫ് എ മെമ്മോറണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. 2 പ്രധാനപ്പെട്ട രേഖകളാണ് കമ്പനിയെ സംബന്ധിച്ച്. അത് തയ്യാറാക്കുക എന്നുള്ളത് അതിന്റെ അതായത് ഫൗണ്ടേഷൻ ഡോക്യുമെന്റ് എന്നൊക്കെ പറയാവുന്നതാണ്. അതിന് കമ്പനിയുടെ സ്ട്രക്ചർ, കമ്പനിയുടെ ലക്ഷ്യം, കമ്പനിയുടെ റൂൾസ്, ഇതൊക്കെ ഔട്ട്ലൈൻ ചെയ്ത് വെക്കുന്ന 2 പ്രധാനപ്പെട്ട രേഖകളാണ് മെമ്മോയെയും AOAയും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ. ഇത് തയ്യാറാക്കുക എന്നത് കമ്പനി രൂപീകരണത്തിന്റെ മറ്റൊരു സുപ്രധാന ഘട്ടമാണ്. അതുപോലെ തന്നെ ഡയറക്ടർമാരെയും ഷെയർ ഹോൾഡർമാരുടെയും അപ്പോയിന്റ്മെന്റ് ആണ്. ഏതൊക്കെ വ്യക്തികളാണ് നിർണായകമായ പങ്ക് വഹിക്കാനുള്ള സ്ഥാനങ്ങളിൽ ഇരിക്കാനുള്ളതെന്ന് തിരഞ്ഞെടുക്കുക എന്നത് പ്രധാനമാണ്. മറ്റൊരു ഘട്ടം എന്ന് പറയുന്നത് രജിസ്റ്റർ വിത്ത് ദ രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. കമ്പനി രജിസ്ട്രാറുടെ പക്കൽ നമ്മൾ നമ്മുടെ കമ്പനിയുടെ പേര് അല്ലെങ്കിൽ കമ്പനി രജിസ്റ്റർ ചെയ്യുക എന്ന ഘട്ടമാണ്. അതായത് അതിന് വേണ്ടുന്ന ഡോക്യുമെന്റുകൾ എല്ലാം സബ്മിറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. രജിസ്ട്രേഷൻ ഫീ അടയ്ക്കേണ്ടത് ആവശ്യമാണ്. 6ാമത്തെ ഘട്ടം ആയിട്ട് നമ്മൾ പറയുന്നത് ഒരു ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ ആദ്യം കരസ്ഥമാക്കണം എന്നുള്ളതാണ്. പ്രൈവറ്റ് കമ്പനി ആയാലും പബ്ലിക് കമ്പനി ആയാലും ഒരു ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമാണ് കാര്യമുള്ളൂ. സോ പബ്ലിക് കമ്പനിക്ക് അതും പോരാ, ഒരു മറ്റൊരു സർട്ടിഫിക്കറ്റ് കൂടി വേണം. സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ് കൂടി, എങ്കിലാണ് അവർക്ക് ബിസിനസ് ആരംഭിക്കാൻ സാധിക്കുള്ളൂ. പ്രൈവറ്റ് കമ്പനിക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടിയാൽ മതി. ഇനി അതുപോലെ തന്നെ ഒഫീഷ്യൽ കൺഫർമേഷൻ, നമുക്ക് കമ്പനിയുടെ നിലനിൽപ്പിന്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ നമുക്ക് രേഖയായി കിട്ടും. അതും കൂടി കിട്ടേണ്ടതുണ്ട്. അതുപോലെ തന്നെ ബിസിനസ് ലൈസൻസ്, നമ്മൾ എന്ത് ബിസിനസ് ആണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ബിസിനസ്സിനോ ചെയ്യാനുള്ള ലൈസൻസും പെർമിറ്റും നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. എങ്കിൽ മാത്രമാണ് നമ്മുടെ ബിസിനസ് ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ടാക്സ് രജിസ്ട്രേഷൻ വളരെ നിർബന്ധമാണ് എല്ലാ കമ്പനികൾക്കും. രജിസ്റ്റർ വിത്ത് ദ ടാക്സ് അതോറിറ്റീസ് ആൻഡ് ഒബ്റ്റെയിൻ എനി നെസസറി ടാക്സ് IDs. ടാക്സ് അധികാരികളുമായി രജിസ്റ്റർ ചെയ്യുക, വേണ്ടുന്ന ടാക്സ് IDകൾ നേടിയെടുക്കുക. 9, ഓപ്പൺ എ ബിസിനസ് ബാങ്ക് അക്കൗണ്ട്. ഒരു ബിസിനസ് ബാങ്ക് അക്കൗണ്ടിന്റെ ആവശ്യകത എല്ലാ കമ്പനികൾക്കും ഉണ്ട്. സോ വി ഹാവ് ടു എസ്റ്റാബ്ലിഷ് എ സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഫോർ അവർ കമ്പനീസ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. നമ്മുടെ കമ്പനിയുടെ ധനകാര്യ ഇടപാടുകൾ കൃത്യമായി നടത്തുന്നതിന്റെ രേഖയായിട്ടുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് നമുക്ക് നിർണായകമാണ്. ഒപ്പം തന്നെ അവസാനത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് പറയാവുന്നത് അതത് കാലങ്ങളിൽ നിലവിലിരിക്കുന്ന അമെൻമെന്റുകൾ, കമ്പനി നിയമങ്ങൾ, മറ്റ് ടാക്സ് നിയമങ്ങൾ തുടങ്ങിയവയൊക്കെ കൃത്യമായി കംപ്ലൈ ചെയ്തു പോകണം, പാലിച്ചു പോകണം. വി ഹാവ് ടു ഫുൾഫിൽ ദി compliance of our report submission, annual report submission, tax filing and such kind of regulatory obligations. അത്തരത്തിലുള്ള നിയമാനുസൃതമായ കടമകൾ നമ്മൾ നിർവഹിച്ചു പോകണം എന്നതാണ്. നമ്മൾ പാർട്ട് സിയിലെ 1ാമത്തെ ചോദ്യം ആണ് നമ്മൾ കണ്ടത്. 4 മാർക്കിനാണ്. കുറച്ചുകൂടിയൊക്കെ ചുരുക്കി എഴുതാവുന്നതാണ് ഇത്. ഇനി മറ്റൊരു ചോദ്യം അതേ പാർട്ട് സിയിലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇങ്ങനെയാണ്: what are the objects of issuing a prospectus and its conditions? നമുക്കറിയാം, പ്രൈവറ്റ് കമ്പനിക്ക് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ട കാര്യമില്ല, പബ്ലിക് കമ്പനിക്കാണ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ടത്. പക്ഷേ പബ്ലിക് കമ്പനി അതിന്റെ ഈ പൊതുജനങ്ങളെ അവരുടെ കമ്പനിയുടെ ഓഹരികളോ ഡിബഞ്ചറുകളോ ഷെയറുകളോ ഡിബഞ്ചറുകളോ എടുക്കാൻ വേണ്ടി ക്ഷണിക്കുന്ന ക്ഷണക്കത്താണ് പ്രോസ്പെക്ടസ്. ഈ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ പിന്നിൽ എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരിക്കേണ്ടത്, എന്തൊക്കെ കണ്ടീഷൻസ് ആണ് ഉണ്ടായിരിക്കേണ്ടത്, ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ അതിന്റെ ഒബ്ജക്ട്സും കണ്ടീഷൻസും എന്ന് പറഞ്ഞിട്ട് ഓരോന്നോരോന്ന് ഡിസ്കസ് ചെയ്യണം. 1, ടു ഇൻവൈറ്റ് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ്. പൊതുജനങ്ങളുടെ നിക്ഷേപത്തെ നമ്മൾ ക്ഷണിക്കുകയാണ്. ഒരു പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളെ
നിങ്ങൾ നിങ്ങളുടെ പണം നിക്ഷേപിച്ചോളൂ ഞങ്ങളുടെ കമ്പനിയിൽ ഓഹരി എടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ക്ഷണക്കത്താണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ കമ്പനിയിൽ ഡിവഞ്ചർ എടുക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ പണം മുടക്കിക്കോളൂ എന്ന് പറയുന്ന ക്ഷണക്കത്താണ്. എ പ്രോസ്പെക്ടസ് ഇൻവൈറ്റ്സ് ദ പബ്ലിക് ടു സബ്സ്ക്രൈബ് ദ കമ്പനീസ് ഷെയർസ് ഓർ ഡിവഞ്ചേഴ്സ്. ഒരു കമ്പനിയുടെ ഓഹരികൾ അല്ലെങ്കിൽ കടപ്പത്രങ്ങൾ വാങ്ങിക്കുവാൻ പൊതുജനങ്ങളെ ക്ഷണിക്കുന്ന ക്ഷണക്കത്താണ്, ഇൻവിറ്റേഷൻ ആണ് ഒരു പ്രോസ്പെക്ടസ്. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ അതിന്റെ ധർമ്മം തന്നെ ഇൻവിറ്റേഷൻ ആണ്. രണ്ട്, ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ആണ്. കമ്പനിയെ സംബന്ധിച്ചുള്ള ഒരുപാട് വിവരങ്ങൾ പൊതുജനങ്ങൾ അറിയിക്കലും കൂടി ഉണ്ട് അതിന്റെ ഭാഗമായിട്ട്. It provides a detailed information about the company, its business, financial status and future plans. മൂന്നാമതായിട്ട് ടു കംപ്ലൈ വിത്ത് ലീഗൽ റിക്വയർമെന്റ്സ്. പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ചില നിയമപരമായിട്ടുള്ള ആവശ്യകതകൾ നമ്മൾ പാലിച്ചേ മതിയാകൂ. സോ ഇഷ്യൂയിങ് എ പ്രോസ്പെക്ടസ് ഈസ് എ ലീഗൽ റിക്വയർമെന്റ് ഫോർ പബ്ലിക് കമ്പനീസ് സീക്കിംഗ് ടു റേസ് ക്യാപിറ്റൽ ഫ്രം ദ പബ്ലിക്. പൊതുജനങ്ങളിൽ നിന്ന് മൂലധനം സമാഹരിക്കണം എന്ന ലക്ഷ്യം തേടുന്ന എല്ലാ പബ്ലിക് കമ്പനികളും പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുക എന്നത് ഒരു നിയമപരമായ ആവശ്യകതയാണ്. അത് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതിന്റെ പിന്നിലെ ഒരു ഉദ്ദേശമാണ്. ഇനി ഒരു ചോദ്യം കൂടി അതിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ രണ്ട് ചോദ്യങ്ങൾ ഒറ്റ ചോദ്യത്തിനുള്ളിൽ ഫിക്സ് ചെയ്ത രീതിയിലാണ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യം എടുക്കുന്നത്. ഇപ്പൊ നമ്മൾ പ്രോസ്പെക്ടസിനെ കുറിച്ചുള്ള ലക്ഷ്യങ്ങൾ പറഞ്ഞെങ്കിൽ ഇനി പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുമ്പോൾ എന്തെല്ലാം കണ്ടീഷൻസ് ഉണ്ട് എന്നുകൂടി ഉണ്ട് അതിലെ അടുത്ത ഭാഗം. അതാണ് ഇനി ചർച്ച ചെയ്യുന്നത്. ഒന്ന്, നമുക്ക് റെഗുലേറ്ററി അതോറിറ്റീസിന്റെ അപ്രൂവൽ ഉണ്ടെങ്കിലാണ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അത് കമ്പൽസറി കണ്ടീഷൻ ആണ്. സോ പ്രോസ്പെക്ടസ് മസ്റ്റ് ബി അപ്രൂവ്ഡ് ബൈ റെലവന്റ് റെഗുലേറ്ററി അതോറിറ്റീസ് such as the Securities Exchange Board or Securities Exchange Commission (SEC). An accurate and complete information. പ്രോസ്പെക്ടസിൽ തെറ്റായ വിവരങ്ങൾ ഉൾപ്പെടുത്താൻ പാടില്ല. അതായത് ഒരു റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് ആകാൻ പാടില്ല എന്നർത്ഥം. അതായത് മിസ്ലീഡിംഗ് പ്രോസ്പെക്ടസ് ആകാൻ പാടില്ല. The prospectus must contain accurate, complete and up-to-date information about the company. കമ്പനിയെ സംബന്ധിച്ചുള്ള കൃത്യതയുള്ള, പൂർണ്ണതയുള്ള, അപ്പോൾ വരെയുള്ള ഭേദഗതികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഇൻഫർമേഷൻ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതായിരിക്കണം പ്രോസ്പെക്ടസ് എന്നുള്ളത്. മൂന്നാമതായിട്ട് അതിന്റെ ഡയറക്ടർമാർ അത് സൈൻ ചെയ്തിരിക്കണം. ദ പ്രോസ്പെക്ടസ് മസ്റ്റ് ബി സൈൻഡ് ബൈ ഓൾ ദി ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനി. നാലാമതായിട്ട് രജിസ്റ്റേർഡ് വിത്ത് ദി രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. കമ്പനി രജിസ്ട്രാറുമായി അത് രജിസ്റ്റർ ചെയ്തിരിക്കണം. എ കോപ്പി ഓഫ് ദ പ്രോസ്പെക്ടസ് മസ്റ്റ് ബി രജിസ്റ്റേർഡ് വിത്ത് ദ രജിസ്ട്രാർ ഓഫ് ദ കമ്പനീസ്. അഞ്ചാമതായിട്ട് പബ്ലിഷ്ഡ് ഇൻ എ ന്യൂസ് പേപ്പർ. ഇതൊരു ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്തിരിക്കണം. എ സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഇഷ്യൂ ഓഫ് ദ പ്രോസ്പെക്ടസ് മസ്റ്റ് ബി പബ്ലിഷ്ഡ് ഇൻ എ ന്യൂസ് പേപ്പർ. പ്രോസ്പെക്ടസിന്റെ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു സ്റ്റേറ്റ്മെന്റ് അത് തീർച്ചയായിട്ടും പത്രത്തിൽ പ്രോസ്പെക്ടസ് ഇറക്കുന്നതിനെ സംബന്ധിച്ചുള്ള വിവരം പത്രപരസ്യം ചെയ്തിരിക്കണം. ആറാമതായിട്ട് പൊതുജനങ്ങൾക്ക് അത് പരിശോധനയ്ക്ക് ലഭ്യമാകണം. എ കോപ്പി ഓഫ് ദി പ്രോസ്പെക്ടസ് മസ്റ്റ് ബി അവൈലബിൾ ഫോർ ദ പബ്ലിക് ഇൻസ്പെക്ഷൻ അറ്റ് ദ കമ്പനീസ് രജിസ്റ്റേർഡ് ഓഫീസ്. കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസിൽ പൊതുജനങ്ങളുടെ ഇൻസ്പെക്ഷന് അത് ലഭ്യമാവണം എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കണ്ടീഷൻസ്. നമ്മൾ വീണ്ടും പറയുന്നു, ഈ സെക്ഷൻ സി എന്ന ഈ ചോദ്യ ഭാഗത്ത് 4 മാർക്കിന്റെ ചോദ്യ ഭാഗത്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ 24ഉം 23ഉമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. 24ാമത്തെ ചോദ്യമാണ് ഇപ്പൊ പറഞ്ഞ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ലക്ഷ്യങ്ങൾ. എന്തിനു വേണ്ടി പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നു? പാർട്ട് 1. പാർട്ട് 2 ക്വസ്റ്റ്യൻ എന്താണ്, അതിന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്, രണ്ടുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നൗ വി ആർ മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 25ാമത്തെ ചോദ്യം.